മിറാജേ, ഇല്ല ശരിയാവട്ടോ, നീ സംസാരിക്കട്ടോ, ഒന്നും പേടിക്കണ്ട. ഒരുപാടുകൾ എൻ്റെ മീറാജ് മോൻക്ക് വേണ്ടി ദുആ ചെയ്യട്ടോ. ടെൻഷൻ അടിക്കണ്ട, ശരിയാവും. നമുക്ക് സ്കൂളിലേക്കും എല്ലാം പോകും. ഒരുപാട് ആള് ദുആ ഉണ്ടാവും. ഇപ്പൊ ഒരുപാട് ആൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്ത ആളല്ലേ, ഇപ്പൊ ഒരുപാട് വേദിയിൽ പോകുന്ന ആളല്ലേ. ഉപ്പാന്റെ മോൻക്ക്, അഷ്റഫ് ഉസ്താദിന്റെ മോൻക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് ആളുകൾ അറിയുമ്പോ എല്ലാരും ദുആ ചെയ്യും. മോൻക്ക് പേടിക്കണ്ടേട്ടോ, മോൻക്ക് വേണ്ടി എല്ലാരും ദുആ ചെയ്യും. മോനെല്ലാം അറിയുന്നുണ്ട്, നമ്മളെ സംസാരിക്കുന്നതെല്ലാം ഈ കുഞ്ഞ് അറിയുന്നുണ്ട്. പക്ഷെ തിരിച്ച് സംസാരിക്കാൻ ഈ പൊന്നിക്ക് സാധിക്കുന്നില്ല. മാസങ്ങൾക്കൊക്കെ മുമ്പ് ഇവരെ നാട്ടിൽ ഞാൻ പോയി വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഈ കുഞ്ഞിനൊക്കെ ഞാൻ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അന്ന് ഓടിക്കളിച്ച കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ അവസ്ഥയിലുള്ളത്. എന്റെ മോനെ പോലെ അഷ്റഫ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു ഉസ്താദാണ്, സ്നേഹിക്കുന്ന ഒരു ഉസ്താദാണ്. ഞാൻ എത്രയോ വീഡിയോ ചെയ്യുന്ന പല വീഡിയോകളിലും മറ്റു രോഗിക്ക് വേണ്ടി എന്റെ കൂടെ വന്ന് സഹായം അഭ്യർത്ഥിച്ച പണ്ഡിതനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അഷ്റഫ് ഉസ്താദിനെ. പ്ലീസ്, ഒരുപാട് ആളുകളെ ഉംറക്ക് കൊണ്ടുപോയ ഉസ്താദാണ്. ഞാൻ ഒരൊറ്റ വാക്കേ പറയുന്നുള്ളൂ, നിങ്ങൾ ഈ പൊന്നുമോനെ സഹായിച്ചാൽ 100 രൂപ നൽകിയാൽ കഅബയിൽ നിന്നിട്ട് പ്രിയപ്പെട്ട ഉസ്താദ് കഅബയുടെ കില്ല പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. തീർച്ച ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ ദുആ അള്ളാഹു തട്ടിക്കളയില്ല. ഇതൊന്ന് സ്റ്റാറ്റസ് വെക്കണേ, ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഒരുപാട് വീഡിയോ, ഒരുപാട് രോഗികൾക്ക് ഞാൻ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അനീസ് മോനോ ഈ മിറാജ് മോനോ ഇത് എന്റെ മക്കളെ പോലെയാണ്, എന്റെ മോനെ പോലെയാണ്. എന്റെ അനീസ് മോൻ ഇത് കണ്ടപ്പോ പറഞ്ഞെന്തറിയോ, ഉപ്പ ഞാനൊരു വീഡിയോ ചെയ്യട്ടെ എന്ന് എന്റെ കുഞ്ഞ് പറഞ്ഞതാ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വരുമ്പോ എന്റെ കുഞ്ഞ് പറഞ്ഞു, ഈ മോനെ കാണാൻ ഞാൻ വരട്ടെ, ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ സഹായം അഭ്യർത്ഥിക്കട്ടെ എന്ന്. പടച്ച റബ്ബ് സത്യ. പക്ഷെ എന്റെ മോനെ കൊണ്ടുവന്നാൽ അവനൊരു രോഗി ഇൻഫെക്ഷൻ വരൂ എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, മിറാജ് മോനെ നിങ്ങൾ ആര് തട്ടിമാറ്റി, അത്രയും വൈകാരികമായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഈ കുഞ്ഞിതാ ഇങ്ങനെ നോക്കാണ്, മോനെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്, മോന് പേടിക്കൂല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ ആരുടെ ജാതി മത ഭേദമെന്നെ എല്ലാവരും അനീസ് മോനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മതം നോക്കാതെ, ജാതി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ എന്റെ അനീസ് മോനെ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അനീസ് മോന് ഇന്ന് കളിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ കുഞ്ഞിന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കാരണം നിമിത്തം നിങ്ങൾ മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ഒരു ഉപ്പാന്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ട അഷ്റഫ് ഉസ്താദ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്ന എന്താണ് അത്, ആ വേദന എന്തെന്ന് ശരിക്കും അനുഭവിച്ച ഒരുത്തനാണ്. നിങ്ങൾ തട്ടിക്കളയരുത് പ്ലീസ്, നിങ്ങൾ സഹായിക്കണം. ആ പ്രിയപ്പെട്ട പണ്ഡിതൻ ഇത് കണ്ട് 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 മോന്റെ അവസ്ഥ കണ്ട് കണ്ട് തളർന്നു നിൽക്ക. എന്നിട്ടും ആ മനുഷ്യൻ നമ്മളെ മുമ്പില് വലിയ ധൈര്യത്തോടെ ഉള്ളിലുരുകി വേദനിക്കാണ്. എന്നോട് രാത്രി സമയം ഞാൻ യാത്ര ചെയ്യുമ്പോ കുറെ ഖുർആനോതും, കുറെ സലാത്ത് ചൊല്ലും, കുറെ ഓതും ഉസ്താദെ. ഇങ്ങനെ എനിക്ക് പിടിച്ചു നിൽക്കേണ്ട, കടം വീട്ടേണ്ട ഉസ്താദ്. ഹക്കടപാട് വീട്ടാതെ ഞാൻ എങ്ങാനും മരണപ്പെട്ടു പോയാൽ നാളെ ഖബറിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ബോധമുള്ള ഒരു പണ്ഡിതനാണ് ആ പ്രിയപ്പെട്ട പണ്ഡിതൻ. പ്രിയപ്പെട്ടവരെ, സഹായിക്കണം നിങ്ങൾ. എന്റെ ഈ പൊന്നുമോനെ നിങ്ങളെല്ലാരും ചേർത്ത് പിടിക്കണം. നമുക്ക് ഉസ്താദിന് വേണ്ടി അതേ 40 ലക്ഷം കടവും, അതുപോലെ ഈ പൊന്നുമോന്റെ ചികിത്സക്കും 10-20 ലക്ഷം 60 ലക്ഷത്തിന്റെ മുകളിൽ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. നിങ്ങളെല്ലാരും സഹായിക്കണം, ചേർത്ത് പിടിക്കണം. അസ്സലാമു അലൈക്കും.